അപ്പോൾ മത്തങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു മത്തങ്ങ വരട്ടിയത് ഉണ്ടാക്കാം. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും. ആദ്യം നെയ്യ് ചൂടാക്കുക, ചെറുതായി അരിഞ്ഞ പഴുത്ത മത്തങ്ങയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. നേന്ത്രപ്പഴം ഞാൻ ഒരു നേന്ത്രപ്പഴം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്, നിർബന്ധമൊന്നുമില്ല. ഇതിട്ടതിന് ശേഷം ഇത് നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിൻ്റെ അകത്തേക്ക് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണ്. ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുമ്പോൾ ഒരു 10 മിനിറ്റിൽ തന്നെ നന്നായിട്ട് വെന്ത് വരും. വെന്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ നെയ്യ് മാത്രം ഇട്ട് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പോകുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് മത്തങ്ങയുടെ കുരുവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പംകിൻ സീഡ്സ് വളരെ ഹെൽത്തി ആണെന്നാണല്ലോ, അപ്പം അതുകൊണ്ടാണ് മത്തങ്ങയുടെ കുരുക്കളും കൂടെ ചേർത്ത് കൊടുത്തത്. പിന്നെ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറേ നേരം ഇളക്കി കഴിഞ്ഞതിന് ശേഷം വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ആ ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന സമയമായപ്പോൾ ഇത് വാങ്ങി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ മത്തങ്ങ വിളയിക്കുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അലുവ പോലെയൊക്കെ ആവും. പിന്നെ ബോക്സിലേക്ക് എടുത്ത് മാറ്റി വെച്ച് തണുപ്പിച്ചാലും നല്ല രുചിയാണ് കഴിക്കാൻ.